ഒക്ടോബർ 2025 ഒക്ടോബർ 10-നാണ് ഞങ്ങൾ ഒരു ബാലി യാത്ര പ്ലാൻ ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ബക്കറ്റ് ഓഫ് ജേണിയിൽ ഒരു സ്ഥലമായിരുന്നു ബാലി. അങ്ങനെ ബാലിക്ക് പോകാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമുക്കൊരു 4th ഗ്ലോബൽ ഓറിയന്റൽ കോൺഫറൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ നേരത്തെ തന്നെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടൊരു പേപ്പർ പ്രസന്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. നേരത്താണ് നമ്മൾ ഇതിന് യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്താ ചെയ്യണമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒക്ടോബർ 10-നാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഒക്ടോബർ 10-ന് ഞങ്ങൾ സ്കൂട്ട് എയർലൈൻസിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആണ് നമ്മൾ യാത്ര പോകുന്നത്. 11-ാം തീയതി അവിടെ എത്തിച്ചത്. എത്തിയതിന് ശേഷം തന്നെ ഞങ്ങൾ 14 തൊട്ട് 16 വരെയായിരുന്നു കോൺഫറൻസിന്റെ ഡേറ്റ്. അപ്പോൾ ആ ദിവസം കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉള്ളതുകൊണ്ട് നമ്മൾ കിട്ടിയ 2 ദിവസം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നായിരുന്നു നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ ആ 2 ദിവസത്തിൽ ഞങ്ങൾക്ക് മാക്സിമം സ്ഥലങ്ങൾ, ഇപ്പോൾ തനാലോട്ട്, മങ്കി ഫോറസ്റ്റ്, ഉലുന്താനു, GWK, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു. അത് ഏറ്റവും കൂടുതൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തത് നമ്മളെ ജയൻ എന്ന് പറഞ്ഞ യാത്രിക ട്രാവൽസിൻ്റെ അവരാണ് ചെയ്തത്. ജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലെ ആദ്യത്തെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ജയൻ മാത്രമല്ല ജയൻ്റെ അനിയനെ ഞാൻ പഠിപ്പിച്ചാണ്. അങ്ങനെ വളരെ ഗംഭീരമായ 2 ദിവസം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ എന്നുള്ളത് ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു, സാധിച്ചു വന്നു. അതിൻ്റെ കൂടെക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടായി അവിടുത്തെ ഏറ്റവും രസം തോന്നുന്നു മറ്റേ ഈ രാമായണം. ഇപ്പോൾ സംസ്കൃതം ആയതുകൊണ്ട് തന്നെ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും രാമായണം ഉണ്ട്. പക്ഷേ അവിടുത്തെ ഒരു രാമായണത്തെക്കുറിച്ച് പറയുന്ന കെച്ചക് ഡാൻസ് അത് വളരെ രസമായിട്ട് തോന്നി. കാരണം അവരുടെ ഒരു കൾച്ചർ, ഒരു സിവിലൈസേഷൻ, ആ ഒരു ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്, സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു വെറും പ്യുവർലി പെർഫോമൻസ് മാത്രം. ഇന്നത്തെ കാലത്ത് വോയിസ് സ്വയം ഒന്നും പറയാതെ, വാചികാഭിനയം ഇല്ലാണ്ട് വെറും അഭിനയങ്ങളിലൂടെ മാത്രം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു നമ്മളതിൽ കണ്ടത്. പിന്നെ വരുന്നത് നമ്മൾ ഏറ്റവും രസം തോന്നിയ സ്വിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നത് ഓരോ പ്രദേശത്ത് പോകുമ്പോഴും നമ്മൾ വിചാരിക്കും അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, അവർ ഡ്രസ്സൊക്കെ തരുമ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചു. പക്ഷേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അവർ ആ ഡ്രസ്സിൽ തന്നെ നമ്മൾ സ്വിങ് ചെയ്യണമെന്നായിരുന്നു എനിക്ക് പിന്നെ തോന്നിയത്. ഇനിയും ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ബാലിയിലേക്ക് വീണ്ടും പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലി ടാലൻറ്റഡ് ആയ ഒരു ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവരുടെ കരകൗശല ഇതൊക്കെയാണ്, കരകൗശലം പോലെയുള്ള ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ കണ്ടു. അത് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരിക പറഞ്ഞാൽ നമുക്ക് നടക്കില്ലല്ലോ. ഒരു സംസ്കൃതി നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അതൊക്കെ പിന്നെ നടക്കില്ല എന്നുള്ളതുകൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ സംസ്കൃതി അവിടെ തന്നെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നതാണ്. പിന്നെ നമ്മൾ കണ്ട അവിടുത്തെ എല്ലായിടത്തും ഒരു വീടുകളായാലും അവിടുത്തെ ടെമ്പിളാണെങ്കിലും ഒരേപോലത്തെ ഒരു രൂപങ്ങൾ അവിടെ കാണുന്നുണ്ട്, ഒരേപോലത്തെ. അത് വലിയൊരു ഭംഗി തോന്നി. കാരണം ഒരു യൂണിക്ക് ആയ ഒരു രീതി അവിടെ നമ്മൾ കാണാൻ പറ്റി. എന്തായാലും ഇനിയും ഇതുപോലൊരു യാത്ര ബാലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡ് നമുക്ക് എല്ലാ ഭക്ഷണമൊന്നും പിടിക്കില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളെ ജയൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്തൊക്കെ പറ്റിയ ഫുഡുകൾ എവിടെയൊക്കെ പോയി കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജയൻ വല്ലാണ്ട് അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ താമസം നമുക്ക് നല്ല ഫുഡ് വേണമെങ്കിൽ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഡ്രൈവർ, അത് പറയാണ്ട് വയ്യ. കാരണം എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് വിട്ടിട്ട് നമ്മളെ തിരിച്ച് ആ കോൺഫറൻസ് ഹാളിൻ്റെ ഹോട്ടൽ വരെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു യാത്രാനുഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരിക്കലും ബാലി പോകരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിനിമം ഒരാഴ്ചയെങ്കിലും നമുക്ക് യാത്ര പോകേണ്ട ഒരു സ്ഥലമാണ് ബാലി. അപ്പോൾ തായ്ലൻഡൊക്കെ പോയി നോക്കുമ്പോൾ അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല കൾച്ചറൽ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണണം. പക്ഷേ നമുക്ക് ആ കണ്ട കാഴ്ചകൾ ഒരിക്കലും നമ്മൾ കണ്ണിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് അത് ആർട്ടിഫിഷ്യലല്ല, ശരിക്കും ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മനുഷ്യരാണെങ്കിൽ ഒരുപാട് നല്ല നമ്മൾ ഇവിടെ ഇപ്പോൾ തായ്ലൻഡ് കണ്ട കൾച്ചറേ അല്ല ബാലിയിലുള്ള, അത് നല്ലതായി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഈ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ സുമാത്ര, ജാവ കൂടി ആഡ് ചെയ്തൊരു ട്രിപ്പാണ് യാത്രിക ഇനി പ്ലാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് എന്ന യാത്രികയോടും പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻറ്റ് ജയനോടും ഒത്തിരി സ്നേഹം മാത്രം അറിയിക്കുന്നു.